Dear students, welcome to Zodiac exam series discussion. Here we are going to discuss question number from 201 to 225. This is week 9. So we'll start discussing one by one. Question number 201, xanthoma refers to. So നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ ബന്ധപ്പെട്ട ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സാന്തലാസ്മ എന്നും സീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാന്തോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ഫാറ്റി ഗ്രോത്ത് ഡെവലപ്പ് അണ്ടർനീത്ത് ദ സ്കിൻ, അതിന് നമ്മൾ സാന്തോമ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി യെല്ലോയിഷ് പ്ലേക്ക് ദാറ്റ് ഒക്കർ മോസ്റ്റ് കോമൺലി നിയർ ദ ഇന്നർ ക്യാമ്പസ് ഓഫ് ഐലിഡിനാണ് നമ്മൾ അന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു സാന്തലാസ്മ എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈ മൗത്തിന് നമ്മൾ സീറോസിസ് എന്ന് നമ്മൾ പറയും. സോ അങ്ങനെ ഡിഫറെന്റ് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സാന്തോമ, it is a fatty growth which develop underneath the skin. Okay. Question number 202. Most appropriate medication for treating SLE is? Options are fentanyl, prednisolone, hydroxychloroquine, adrenaline. Option B option C, hydroxychloroquine ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഇപ്പോൾ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് റെജിമനിലായിട്ട് നമ്മൾ ആന്റി മലേറിയൽ ഡ്രഗ്സ്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഓഫ് SLE അലോങ് വിത്ത് NSAIDs നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്ലോറോക്കിനും ഹൈഡ്രോക്സി ക്ലോറോക്കിനുമാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ആയിട്ട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഇപ്പോഴും നമ്മുടെ ഡിസ്കഷനിലുള്ള ഒരു ഡ്രഗ് ആണ്. ഫോർ COVID-19 ലൈൻ ഓഫ് മാനേജ്മെന്റിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ദർ ആർ സ്റ്റഡീസ് ആർ കോൺട്രഡിക്റ്റിംഗ് അതിനകത്ത് പറയുന്നുണ്ട്. സോ 202ാമത്തെ ചോദ്യം സി ആണ് റൈറ്റ് ആൻസർ. 203. A 30-year-old male got admitted with burns at right lower extremity using a rule of nines, which is the best estimate of total body surface area burn. നമ്മൾ റൂൾ ഓഫ് 9 എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ടു ബേൺസിന്റെ നമ്മൾ ബോഡി സർഫസ് ഏരിയ എത്രത്തോളം ബേൺസ് അഫക്ട് ആയിട്ടുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. റൈറ്റ് ലോവർ എക്സ്ട്രീമിറ്റി ആണ്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു റൂൾ ഓഫ് 9 വെച്ചിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ പടം വിചാരിക്കുക ഒരു മനുഷ്യനാണെന്ന്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഫേസ് റീജിയനിൽ നമ്മൾ 9% ആണ് പറയാറുള്ളത്. ആന്റീരിയറും പോസ്റ്റീരിയറും ചേർത്തുള്ള വ്യൂ ആണ് 9% പറയുന്നത്. നമ്മുടെ ഹാൻഡ്സിൽ നമ്മൾ 9% ആന്റീരിയർ വ്യൂവും പോസ്റ്റീരിയർ വ്യൂ 4.5 വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തും വരുന്നത്. ചെസ്റ്റ് റീജിയൻ ആൻഡ് അബ്ഡോമിനൽ റീജിയൻ ഇവിടെ നമ്മൾ 18% ആന്റീരിയർ ആൻഡ് 18% പോസ്റ്റീരിയർ വരാറുണ്ട്. ജെനിറ്റാലിയയിൽ നമ്മൾ 1% ആണ് പറയുന്നത്. ലെഗ്സ് വരുമ്പോൾ ആന്റീരിയറും പോസ്റ്റീരിയറും ചേർത്ത് 18% വരും. ഇവിടെയും 18% വരും. നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് 100% നമ്മൾ ബേൺസിന്റെ കാൽക്കുലേഷൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? റൈറ്റ് ലോവർ എക്സ്ട്രീമിറ്റി. റൈറ്റ് ലോവർ എക്സ്ട്രീമിറ്റി ആകുമ്പോൾ നമ്മുടെ ലെഗ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി 18% ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 204. സിൽവർ നൈട്രേറ്റ് ഡ്രസ്സിംഗ്സ് മേ കോസ്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ സിൽവർ നൈട്രേറ്റ് ഡ്രസ്സിങ്ങിന് ഇറ്റ് ക്യാൻ കോസ് ഡിപ്ലീഷൻ ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് ക്ലോറൈഡ്. സോ ഡിപ്ലീഷൻ ഓഫ് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അസസ്മെന്റ് ഓഫ് സീറം ഇലക്ട്രോലൈറ്റ്സ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ വെൻ എ പേഷ്യന്റ് ഈസ് ഹാവിംഗ് സിൽവർ നൈട്രേറ്റ് ഡ്രസ്സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 205. A 32-year-old patient is admitted to burns unit with burn injury to anterior, posterior chest and abdomen. Which of the following assessment is most important for this client in first 48 hours? എന്തായിരിക്കും ഫസ്റ്റ് 48 hours ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് 205 ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് അവർലി യൂറിൻ ഔട്ട്പുട്ട് അസസ്മെന്റ് ആണ്. കാരണം നമ്മൾ ബേൺസ് പേഷ്യന്റ് എസ്പെഷ്യലി ഇഞ്ചുറി ടു ആന്റീരിയർ, പോസ്റ്റീരിയർ ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ വരുമ്പോൾ നമ്മൾ അവരുടെ യൂറിൻ ഔട്ട്പുട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് മാനേജ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഡിഫറെന്റ് ഫോർമുലാസ് ലൈക്ക് ബ്രൂക്ക്, പാർക്ക്ലാൻഡ്, ഡിഫറെന്റ് ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലൂയിഡ് യൂറിൻ ഔട്ട്പുട്ട് മെഷർമെന്റ് വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 206. Artery that supply blood to diaphragm is which artery? Option C, inferior phrenic artery ആണ് റൈറ്റ് ആൻസർ. ഇൻഫീരിയർ ഫ്രെനിക് ആർട്ടറി ആണ് ഡയഫ്രത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ വരുന്നത്. ഇവിടെ അറിയുക, ഇൻഫീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത് വിച്ച് വിൽ സപ്ലൈ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് അപ്പർ പാർട്ട് ഓഫ് റെക്ടം. അപ്പർ പാർട്ട് ഓഫ് റെക്ടത്തിൽ സപ്ലൈ ചെയ്യുന്നത് ഇൻഫീരിയർ മീസെൻട്രിക് ആർട്ടറി ആണ്. സുപ്രാ റീനൽ ആർട്ടറി നമ്മുടെ പേര് തന്നെ ഉണ്ട്, കിഡ്നിയുടെ മുകളിലുള്ള സുപ്രാ റീനൽ ആർട്ടറി, ദാറ്റ് ഈസ് സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി വിച്ച് സപ്ലൈസ് ടു ദി അഡ്രിനൽ ഗ്ലാൻഡ്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനാണ് സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സിലിയാക് ആർട്ടറി എന്ന് പറയുന്നത് സപ്ലൈസ് ടു
they will supply the oxygenated blood to liver, stomach, abdomen, esophagus, spleen, and superior half of duodenum and pancreas. അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് സീലിയാക് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഡയഫ്രത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് നമ്മൾ ഏത് പറയുന്നത്? ഇൻഫീരിയർ ഫ്രെനിക് ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 207. The cartilage that completely encircles the larynx with the narrow part anteriorly and broad part posteriorly is. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ക്രിക്കോയിഡ് കാർട്ടിലേജ് ആണ്. നമ്മൾ ഓരോ ടൈപ്പ് കാർട്ടിലേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിൽ തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്, ഓപ്ഷൻ എയിൽ കിടക്കുന്ന തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു ഹൈലൻ കാർട്ടിലേജ് ആണ്. that sits in front of the larynx and above the thyroid gland. അതുപോലെ arytenoid cartilage are a pair of small three-sided pyramids which form part of larynx to which the vocal cords are attached. Epiglottis is a flap in the throat which keeps food from entering the windpipe and the lungs. അപ്പോൾ അങ്ങനെ സഹായിക്കുന്നതാണ് എപ്പിഗ്ലോട്ടിസ് to prevent the food entry. തൈറോയിഡ്, ക്രിക്കോയിഡ്, അരിറ്റനോയിഡ് കാർട്ടിലേജ് നിങ്ങൾ ഓരോ സീരീസ് ഓഫ് കാർട്ടിലേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മളുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രിക്കോയിഡ് കാർട്ടിലേജ് ആണ്. 208. Mr. X is admitted with suspected atelectasis. Which clinical indicator does the nurse expect to identify during the assessment of client? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റലക്ടാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാപ്സ് ഓഫ് ദ ലോബ്യൂൾ ഓഫ് ലങ്. നമ്മൾ ആൽവിയോളൈ കൊളാപ്സ് ചെയ്ത് or is filled with fluid. As a result of that, diminished breath sounds ഉണ്ടാകും. സോ അറ്റലക്ടാസിസ് നമ്മൾ സസ്പെക്ട് ചെയ്താൽ ഡിമിനിഷ്ഡ് ബ്രത്ത് സൗണ്ട് ആണ് റൈറ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 209. ബാരൽ ചെസ്റ്റ് നമ്മൾ കേരള PSC-ലൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ബാരൽ ചെസ്റ്റ് ഇസ് സീൻ ഇൻ ഓപ്ഷൻ ബി, എംഫൈസീമ ആണ് റൈറ്റ് ആൻസർ. നോർമലി ഒരു അഡൾട്ടിന്റെ ചെസ്റ്റില് റേഷ്യോ ഓഫ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1:2 ആണ്. നോർമൽ ഡയമീറ്റർ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1:2 ആണ്. ബാരൽ ചെസ്റ്റ് ആകുമ്പോൾ ആ റേഷ്യോ 1:1 ആവും. ബിക്കോസ് ഓഫ് ദി എൻലാർജ്മെന്റ് ഓഫ് APD. APD കൂടുന്നത് കാരണം 1:1 ആണ് നമ്മുടെ ബാരൽ ചെസ്റ്റിൽ വരുന്ന റേഷ്യോ. സോ ബാരൽ ചെസ്റ്റ് ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ എംഫൈസീമ ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ദ ലങ്സ് ആർ chronically overinflated with air. So the rib cage stays partially expanded all the time. അതുകൊണ്ടാണ് ഇപ്പൊ എംഫൈസീമയിൽ സംഭവിക്കുന്നത്. നിങ്ങൾ സെൻട്രൽ ലോബുലാർ, പാൻ ലോബുലാർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ COPD-യിൽ വരുന്നൊരു കണ്ടീഷനാണ് എംഫൈസീമ എന്ന് പറയുന്നത്. അവിടെ ആ ഓവർ ഇൻഫ്ലേറ്റഡ് വിത്ത് എയർ അത് കാരണമാണ് ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ആയി മാറുന്നത്. അവിടെ APD ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1:1 ആണ്. Question number 210. Expected color of the drainage in acute rhinitis. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ. ഇതിനകത്ത് യെല്ലോയോ ഗ്രീനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആണ്. ഗ്രേ കളേർഡ് ആണെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ റിലേറ്റഡ് ആണ് ഡ്രൈനേജിന്റെ കളർ. സോ അക്യൂട്ട് റൈനൈറ്റിസിന് ക്ലിയർ കളറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. Question number 211. A patient with shortness of breath is being tested for lung cancer. Which of the following diagnostic tests will be most conclusive? Right answer option B ആണ്. Biopsy is the most conclusive test in the diagnosis of lung cancer. നമ്മളവിടെ സ്പ്യൂട്ടം കൾച്ചറും എക്സ്റേയൊന്നും ഡയഗ്നോസ്റ്റിക് മാർക്കർ അല്ല. MRI-യേക്കാൾ എഫക്റ്റീവ് ആയിട്ട് അവിടെ വരുന്നത് CT ആണ്. CT is a more reliable test for diagnosis of lung cancer rather than MRI. So here the right answer is biopsy. Question number 212. In a client with chest tube, lack of fluctuation of water in a water seal chamber occurs due to dash. Option C ആണ് റൈറ്റ് ആൻസർ. അതായത് both A and B. In a client with chest tube, lack of fluctuation of water in a water seal chamber. Fluctuation ഇല്ല എങ്കിൽ either kinking of tube or re-expansion of lung എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. Fluctuation of water will stop in two conditions, either kinking or obstruction in the tube or chest re-expansion is completed. Re-expansion complete ചെയ്താലും fluctuation ഉണ്ടാകത്തില്ല. ഓർമ്മിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. Question number 213. How to ensure that intercostal drainage tube is functioning properly? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓസിലേഷൻ ഓഫ് വാട്ടർ കോളം ഇൻ ഡ്രൈനേജ് ബോട്ടിൽ ആണ് റൈറ്റ് ആൻസർ. How to ensure that intercostal drainage tube is functioning? So oscillation of water column in drainage bottle. നമ്മുടെ ഒരു functioning of intercostal drainage tube is confirmed by observing the oscillation of water column in drainage bottle, which occurs due to change in pressure during respiration. The intrapleural pressure is decreased during inspiration and it increases during expiration. Continuous bubbling in water seal bottle and suction tube is considered abnormal as it is due to air passing out of the pleural space. അതുപോലെ തന്നെ no bubbling in the drainage bottle also indicate that the intercostal drainage tube is not functioning properly or the patency is endangered. അതാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്.
Question number 214. DVT renders a person at a risk of. നമുക്ക് DVT നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹോം ആൻഡ് സൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പൾമണറി എംബോളിസം ആണ്. DVT or deep vein thrombosis occurs when a blood clot forms in one or more of the deep veins in the body, especially in legs. Thrombus dislodged from legs can travel to lungs, which obstruct the pulmonary artery and produce pulmonary embolism. So home and sign അവിടെ ഓർമ്മിക്കുക. Question number 215. Respiratory drive in COPD patient is. Right answer oxygen ആണ്. Respiratory drive in COPD patients. കാരണം hypoxic stimuli is the respiratory drive in COPD patient. When there is an increase in oxygen level, the body will decrease the rate of respiration. To maintain this respiratory drive in patient with COPD, oxygen at around 1 to 2 liters per minute is given. അതുകൊണ്ടാണ് ഹൈപ്പോക്സിക് ആണ് നമ്മുടെ ഡ്രൈവ് എന്ന് പറയുന്നത്. എ ആണ് റൈറ്റ് ആൻസർ. Question number 216. A positive tuberculin test is indicated by induration of. Tuberculin test which we are using for the diagnosis of TB, 1 ml നമ്മൾ PPD purified protein derivative 0.1 ml നമ്മൾ എടുക്കുന്നു, ഇൻട്രാഡെർമലി നമ്മൾ കൊടുക്കുന്നു, 48 to 72 hours കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അവിടെ ഇൻഡ്യൂറേഷൻസ് നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി 10 millimeter or more in diameter ആണ് നമ്മൾ പറയുന്നത്. 217. Which of the following drugs in dot therapy can cause deafness? Right answer option D ആണ് streptomycin. നമ്മൾ ഡോട്ട്സിലുള്ള എത്താംബ്യൂട്ടോൾ, റിഫാംബുസിൻ, ഐസോനിയാസിഡ്, സ്ട്രെപ്റ്റോമൈസിൻ, ദെൻ INH. ഇത് നമ്മൾ ഓർമ്മിക്കണം. ഓരോ ഡ്രഗിനും സ്പെസിഫിക് സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മളത് ഓർമ്മിച്ചിരിക്കണം. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോടോക്സിക് ഡ്രഗ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഡെഫ്നെസ് ഉണ്ടാക്കാൻ പറ്റും. എത്താംബ്യൂട്ടോൾ എന്ന് പറയുന്നത് ക്യാൻ കോസ് വിഷ്വൽ ചേഞ്ചസ്, ബ്ലേർഡ് ഓർ ഡിക്രീസ്ഡ് വിഷൻ ഓർ കളർ ബ്ലൈൻഡ്നെസ്, ഓർ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ലിവർ ഡിസീസസ്. റിഫാംബുസിൻ നമ്മൾ ഓറഞ്ച് പേഴ്സൺ സിൻഡ്രോം എന്ന് പറയും, റെഡ് ഓറഞ്ച് കളർഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഐസോനിയാസിഡ് ഓർ INH അത് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാൻ പറ്റും. പെലാഗ്ര ഓർ പൈറോഡോക്സിൻ ഡെഫിഷ്യൻസി നമ്മൾ B6 അഡീഷണലി കൊടുക്കുന്നു. അതെല്ലാം നമ്മുടെ ഡോട്ട്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ഡെഫിനസ് ഓട്ടോടോക്സിക് ഡ്രഗ് ആയ സ്ട്രെപ്റ്റോമൈസിൻ ആണ് റൈറ്റ് ആൻസർ. 218. The following can be seen in sarcoidosis. Answer is option A hypercalcemia. Hypercalcemia നമുക്ക് സാർക്കോഡോസിൽ കാണാൻ പറ്റും. സാർക്കോഡോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ദാറ്റ് അഫക്ട് മൾട്ടിപ്പിൾ ഓർഗൻസ് ഇൻ ബോഡി, എസ്പെഷ്യലി ദ ലങ്സ് ആൻഡ് ലിംഫ് ഗ്ലാൻഡ്സ്. ഇവിടെ ഹൈപ്പർ കാൽസ്യമി അവർക്ക് ഉണ്ടാകുന്നു ഡ്യൂ ടു ദ അൺകൺട്രോൾഡ് സിന്തസിസ് ഓഫ് വൈറ്റമിൻ D3 ബൈ മാക്രോഫേജസ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 219. Tracheostomy is usually performed between the tracheal rings of cartilage of option A. Direct question ആണ്. tracheostomy നമ്മൾ ഓപ്പണിംഗ് which is made in the trachea, usually performing at second and third tracheal rings cartilage അവിടെയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 220. A thoracentesis was performed for an adult client. Following the procedure, the client has hemoptysis, spelling pulse എന്നാണ്, of 78, respiration of 28 and temperature of 99 degree Fahrenheit, which is of great concern to the nurse. ഇതില് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നതാണ് ഒരു അബ്നോർമൽ ഫൈൻഡിംഗ് ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ളത്. ബാക്കിയെല്ലാം ഒരു നോർമൽ ഫൈൻഡിംഗ് ആണ്. when a patient is undergoing an invasive procedure, പൾസ് 78, റെസ്പിറേഷൻ 28, ടെമ്പറേച്ചർ 99 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു നോർമൽ ഫൈൻഡിംഗ് ഫോർ ആൻ ഇൻവേസീവ് പ്രൊസീജിയർ. ഹീമോപ്റ്റൈസിസ് ഒരു അബ്നോർമൽ ഫൈൻഡിംഗ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 221. The first school of nursing was established by. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് നമ്മുടെ മോഡേൺ നമ്മൾ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 1820 ജനിച്ചു, മെയ് 12, 1910 അന്തരിച്ചു. അവര് സെന്റ് തോമസ് സ്കൂൾ ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തു, സെന്റ് തോമസ് ഹോസ്പിറ്റൽ ലണ്ടൻ. ദെൻ അതുകൂടാതെ ഒത്തിരി നമ്മള് നോട്ട്സ് ഓൺ നഴ്സിംഗ് ഫസ്റ്റ് ബുക്ക്, ക്രിമിയൻ വാർ എന്നെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് ക്ലാസ്സുകൾ ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. 222. Which of the following is not a heat loss mechanism from the body? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറാഡിയേഷൻ. നമ്മളത് ബേസ് ഓഫ് മെക്കാനിസം നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇവാപറേഷൻ, റേഡിയേഷൻ ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. കണ്ടക്ഷൻ ഡയറക്റ്റ് കോൺടാക്ട് വഴി ഹീറ്റ് ലോസ് മെക്കാനിസം, കൺവെക്ഷൻ എയർ കറന്റ് ക്യാരി അവേ ദ ടെമ്പറേച്ചർ, ഇവാപറേഷൻ വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു വേപ്പർ നടക്കുന്നതാണ്. ഇറാഡിയേഷൻ എന്നൊരു മെത്തേഡ് അതിനകത്തുള്ളതല്ല. നമ്മളിപ്പോ തൊഴിൽ വാർത്തയിൽ സോഡിയക് അക്കാഡമിയിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ സോഡിയക് നമ്മുടെ തൊഴിൽ വാർത്തയിലെ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് ആണ് കൊടുത്തിരുന്നത്. അതിനകത്ത് ഹീറ്റ് ലോസ് മെക്കാനിസം എല്ലാം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഹൗ മച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യു ആർ വർക്കിംഗ് ഔട്ട് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ,
223, which immunity is affected by HIV infection? Right answer C ആണ്, cellular immunity. നമുക്കറിയാം HIV, human immunodeficiency virus, attacks and destroys the T helper cells, lymphocytes അല്ലെങ്കിൽ T cells, which are crucial to the immune system. നമ്മുടെ CD4 cells, that is cluster of differentiation എന്നാണ് നമ്മൾ പറയുന്നത്. CD4 cells are affected, which is responsible for cellular immunity. ആ CD4 സെൽസിനെ അറ്റാക്ക് ചെയ്ത് നോർമലി നമുക്കൊരു 800 to 1500 ഉണ്ടായിരിക്കും. വൺസ് HIV വൈറസ് അറ്റാക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ കൗണ്ട് കുറഞ്ഞ് 400-300 ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് എയ്ഡ്സ് കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കൗണ്ട് കുറഞ്ഞാണ് പേഷ്യന്റ് ഡെത്ത് വരെ സംഭവിക്കുന്നത്. സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ അഫക്ട് ചെയ്യപ്പെടുന്നത്. 224, കോൾഡ് കലോറി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഫംഗ്ഷനിങ് ഓഫ്. ഓപ്ഷൻ സി പോൺസ് ആണ് റൈറ്റ് ആൻസർ. സോറി കോൾഡ് കലോറി ടെസ്റ്റ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രെയിൻ സ്റ്റം. മിസ്റ്റേക്ക് ആണ് സംഭവിച്ചു പോയത്. നമ്മുടെ കോൾഡ് കലോറി ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മള് കലോറിക് സ്റ്റിമുലേഷൻ ടെസ്റ്റ്, അക്കോസ്റ്റിക് നെർവിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ആ കലോറിക് സ്റ്റിമുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെസ്റ്റ് ദാറ്റ് യൂസസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ടു ഡയഗ്നോസ് ദ ഡാമേജ് ടു അക്കോസ്റ്റിക് നെർവ്. ദിസ് ഇസ് എ നെർവ് ടെസ്റ്റ് which is involved in hearing. The acoustic nerve is a nerve which is involved in hearing and balance. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സ്റ്റം ഫംഗ്ഷനിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾഡ് കലോറി ടെസ്റ്റ് എന്ന് പറയുന്നത്. തെറ്റിപ്പോകരുത്. 224 റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബ്രെയിൻ സ്റ്റം. 225, nurse A fails to administer correct medication to a patient. The action is option B, negligence ആണ് റൈറ്റ് ആൻസർ. നമ്മള് കറക്റ്റ് മെഡിക്കേഷൻ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയില്ല, അവിടെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടോട്ട്സ് എന്നൊരു ടോപ്പിക് നിങ്ങൾ കേട്ട് കാണും. സിവിൽ റോങ് ഡൺ അഗൈൻസ്റ്റ് എ പേഴ്സൺ, അതിനാണ് നമ്മൾ ടോട്ട്സ് എന്ന് പറയുന്നത്. അവിടെ ഇന്റൻഷണൽ ടോർട്ട് ഉണ്ട്, അസോൾട്ട്, ബാറ്ററി. നമ്മളൊരു പേഷ്യന്റ് തല്ലുന്നു, അസോൾട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വിതൗട്ട് ദ കൺസെന്റ് ഓഫ് എ പേഷ്യന്റ് വി ആർ ടച്ചിങ് ദ പേഷ്യന്റ്, ദാറ്റ് ഈസ് ബാറ്ററി. ദെൻ നെക്സ്റ്റ് ഈസ് ലൈക്ക് നമ്മുടെ ക്വാസി ഇന്റൻഷണൽ ടോർട്ട്, ലൈക്ക് ഡിഫമേഷൻ ഓഫ് ക്യാരക്ടർ ഓർ ഇൻവേഷൻ ഓഫ് പ്രൈവസി. ഒരാളുടെ ക്യാരക്ടറിനെ ഡിഫെയിം ചെയ്യുന്നത് ബൈ വെർബൽ സ്ലാൻഡർ എന്ന് പറയും, ബൈ റൈറ്റിംഗ് ലിബൽ എന്ന് പറയും. അൺഇന്റൻഷണൽ, അറിഞ്ഞുകൊണ്ടല്ലാതെ സംഭവിക്കുന്നതാണ് നെഗ്ലിജൻസ്, മാൽ പ്രാക്ടീസ്. നമ്മൾ മരുന്ന് മാറി കൊടുക്കുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുന്നില്ല, ഇതൊക്കെയാണ് നെഗ്ലിജൻസ്, മാൽ പ്രാക്ടീസ് പരിധിയിൽ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നഴ്സ് എ ഫെയിൽസ് ടു അഡ്മിനിസ്റ്റർ കറക്റ്റ് മെഡിക്കേഷൻ, മെഡിസിൻ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല പേഷ്യന്റിന്, നെഗ്ലിജൻസ് ഓഫ് കെയർ ആണ് സംഭവിക്കുന്നത്. ഇതാണ് ഈ വീക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. താങ്ക് യു സോ മച്ച്.